ഡെലിവറി അഥവാ ഗർഭിണികളുടെ പ്രസവം എങ്ങനെയാണ് ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഗർഭിണികളുടെ ഡെലിവറി ചേർക്കുന്നതിന് മുമ്പായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗർഭിണിയുടെ ഗർഭകാലം 7 മാസം പൂർത്തിയായാൽ മാത്രമേ നമുക്ക് ആ ഒരു ഗർഭിണിയുടെ ഡെലിവറി പോഷൻ ട്രാക്കറിൽ ചേർക്കാൻ സാധിക്കുകയുള്ളൂ. 7 മാസം പൂർത്തിയായിട്ടില്ല എങ്കിൽ ഡെലിവറി ചേർക്കുന്നതിനുള്ള ആ ഒരു ഓപ്ഷൻ ആക്റ്റീവായിട്ട് വരുന്നതല്ല. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഒരു ഗർഭിണിയുടെ EDD അഥവാ പ്രതീക്ഷിത പ്രസവ തീയതി ആയതിനു ശേഷം കൃത്യസമയത്ത് നമ്മൾ ആ ഒരു ഡെലിവറി ചേർത്തിട്ടില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായി തന്നെ ഈ ഒരു ഗർഭിണി പോഷൻ ട്രാക്കറിൽ നിന്നും ഡീആക്റ്റീവായി പോകുന്നതായിരിക്കും. അതായത് ഒരു ഗർഭിണിയുടെ EDD മുതൽ 20 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ ഒരു ഡെലിവറി ചേർത്തിട്ടില്ല എങ്കിൽ ഈ ഒരു ഗുണഭോക്താവ് ഇനാക്റ്റീവായി പോകുന്നതായിരിക്കും. മൂന്നാമതായിട്ട് നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഒരു ഗർഭിണിയുടെ LMB ഡേറ്റ് തെറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു ഗർഭിണിയുടെ പ്രഗ്നൻസി മന്ത് അഥവാ ഗർഭകാലത്തിലും അതുപോലെ EDD ഡേറ്റ് അഥവാ പ്രതീക്ഷിത പ്രസവ തീയതിയിലും മാറ്റം വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ LMB ഡേറ്റ് തെറ്റായി രേഖപ്പെടുത്തിയാൽ ഒന്നുകിൽ ഈ ഒരു ഗർഭിണിയുടെ ഡെലിവറി നമുക്ക് കൃത്യസമയത്ത് രേഖപ്പെടുത്താൻ സാധിക്കാതെ വരും. അതല്ല എങ്കിൽ ഡെലിവറി ചേർക്കുന്നതിന് മുമ്പായി തന്നെ ഗർഭിണി പോഷൻ ട്രാക്കറിൽ നിന്നും ഇനാക്റ്റീവായി പോകുന്നതായിരിക്കും. അപ്പോൾ ഗർഭിണികളുടെ ഡെലിവറി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഡെലിവറി ചേർക്കുന്നതിനായിട്ട് ആദ്യം ബെനിഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അതിൽ നിന്നും ഗർഭിണികളുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഗർഭിണികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ ഗർഭിണിയുടെ പേരിന് നേരെയുള്ള 3 കുത്തിൽ തൊടുക. അപ്പോൾ ഇതേ രീതിയിൽ മൈഗ്രേറ്റ് ടു ലാക്ടേറ്റ് മദർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഓപ്ഷൻ ഇതേ രീതിയിൽ നിറം മങ്ങിയിട്ടാണ് കാണുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഗർഭിണിക്ക് 7 മാസം പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അഥവാ 7 മാസം പൂർത്തീകരിച്ചിട്ടുള്ള ഒരു ഗർഭിണിയാണ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇതേ രീതിയിൽ നിറത്തോടു കൂടി ആക്റ്റീവായി തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പേജിലാണ് നമ്മൾ ഡെലിവറിയുടെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തേണ്ടത്. ഈ ഒരു പേജിൽ മുകളിലായി തന്നെ ഗുണഭോക്താവിൻ്റെ പേര് കാണാൻ സാധിക്കും. തൊട്ടു താഴെയായിട്ട് പ്രഗ്നൻസി മന്ത്, വയസ്സ്, EDD ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കാണാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള ഗുണഭോക്താവിനെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഡെലിവറി ഡേറ്റ് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഡെലിവറി വിവരങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്താൽ പിന്നീട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം തൊട്ടു താഴെ കാണുന്ന ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന ഭാഗത്ത് ഡെലിവറി ഡേറ്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഡെലിവറി ഡേറ്റ് രേഖപ്പെടുത്തുമ്പോൾ ഒരു കാരണവശാലും തെറ്റുവരുത്തരുത്, പിന്നീട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിന് താഴെയായിട്ട് പ്ലേസ് ഓഫ് ഡെലിവറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് 2 ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക, ഒന്ന് ഹോം എന്നും മറ്റൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്നും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വീടുകളിൽ നടക്കുന്ന പ്രസവത്തെയാണ് നമ്മൾ ഹോം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. ആശുപത്രികളിൽ നടക്കുന്ന പ്രസവത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്നതിലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ ഒരു ഓപ്ഷൻ പരസ്പരം മാറിപ്പോകരുത്, കൃത്യമായി തന്നെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കാരണം ഇത് തെറ്റായി രേഖപ്പെടുത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഡാഷ്ബോർഡിൽ നോട്ടീസ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആശുപത്രികളിലുള്ള പ്രസവങ്ങളെ ഹോം എന്ന് തെറ്റായി മാർക്ക് ചെയ്യരുത്. ആശുപത്രിയിലുള്ള പ്രസവങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് തന്നെ കൃത്യമായി മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ വീടുകളിൽ നടക്കുന്ന പ്രസവങ്ങളെ കൃത്യമായിട്ട് ഹോം എന്നതിലും മാർക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊട്ടു താഴെയായിട്ട് കുട്ടിയുടെ ജെൻഡർ രേഖപ്പെടുത്താനുള്ള കോളം വരും. അതിൽ ഗേൾ എന്നും ബോയ് എന്നും കാണാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷനും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. തൊട്ടു താഴെയായിട്ട് ചൈൽഡ് ബർത്ത് വെയിറ്റ്, ചൈൽഡ് ബർത്ത് ഹൈറ്റ് എന്നിവ രേഖപ്പെടുത്തുന്നതിനുള്ള കോളം കാണാൻ സാധിക്കും. അതിൽ കുട്ടിയുടെ ജനന സമയത്തെ ഭാരവും തൊട്ടു താഴെയായിട്ട് ജനന സമയത്തെ ഉയരവും രേഖപ്പെടുത്തുക. അതിനുശേഷം ഏറ്റവും താഴെയുള്ള പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ കുട്ടിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഫോം നമുക്ക് കാണും. ഏറ്റവും മുകളിൽ നെയിം ഓഫ് ചൈൽഡ് എന്ന ഭാഗത്ത് കുട്ടിയുടെ പേര് രേഖപ്പെടുത്തുക. കുട്ടിക്ക് പേരിട്ടിട്ടില്ല എങ്കിൽ കുട്ടിയുടെ അമ്മയുടെ പേരിന്റെ കൂടെ ബേബി എന്നോ ഗേൾ എന്നോ ബോയ് എന്നൊക്കെ ചേർത്ത് പേര് രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നീട് കുട്ടിക്ക് പേരിടുന്ന സമയത്ത് കുട്ടിയുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് പേര് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ താഴെയായിട്ട് നെയിം ഇൻ യുവർ ലാംഗ്വേജ് എന്നൊരു കോളം കാണാൻ സാധിക്കും. അതിൽ കുട്ടിയുടെ പേര് നമ്മൾ മലയാളത്തിൽ രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു കോളം ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ആവശ്യമെങ്കിൽ മാത്രം ഫില്ല് ചെയ്താൽ മതി. തൊട്ടു താഴെയായിട്ട് ആധാർ നമ്പർ ഓഫ് ചൈൽഡ് എന്നൊരു കോളം കാണാൻ സാധിക്കും. അപ്പോൾ കുട്ടിക്ക് ആധാർ നമ്പർ ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ ആ ഒരു കോളം ഫില്ല് ചെയ്യേണ്ടതില്ല. അതിന് താഴേക്ക് കാണുന്ന
കാണുന്ന ഈ ഒരു ആധാർ നമ്പർ ഓഫ് മദർ എന്ന കോളം ഓട്ടോമാറ്റിക്കായി തന്നെ അവിടെ ഫില്ലായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് മദർ എന്ന കോളം ഓട്ടോമാറ്റിക്കായി ഫില്ലായി വരുന്നതാണ്. കൂടാതെ അതിന് താഴെയായി കാണുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ചൈൽഡ് എന്ന ഭാഗം, ജെൻഡർ ഓഫ് ചൈൽഡ് എന്ന ഭാഗം ഓട്ടോമാറ്റിക്കായി തന്നെ അവിടെ ഫില്ലായി വരുന്നതായിരിക്കും. അപ്പോൾ ഈ കോളങ്ങളൊന്നും നമ്മൾ വീണ്ടും ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതിന് തൊട്ട് താഴെ കാണുന്ന നെയിം ഓഫ് ഫാദർ എന്ന ഭാഗത്ത് നമ്മൾ കോളം ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അവിടെ കുട്ടിയുടെ അച്ഛൻ്റെ പേര് കൃത്യമായി തന്നെ ഫില്ല് ചെയ്യുക. തൊട്ട് താഴെയുള്ള നെയിം ഓഫ് മദർ എന്ന കോളത്തിൽ അമ്മയുടെ പേര് തനിയെ വരുന്നതാണ്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ അവിടെ ഓട്ടോമാറ്റിക്കായി തന്നെ വരുന്നതാണ്. അതിന്റെ താഴെയായിട്ട് കാറ്റഗറി എന്നൊരു കോളം കാണാൻ സാധിക്കും. അതിൽ സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ ഈ കുട്ടി SC ആണോ ST ആണോ അതർ ആണോ എന്നത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. ചുവടെയുള്ള ബർത്ത് വെയിറ്റ്, ബർത്ത് ഹൈറ്റ് തുടങ്ങിയവ നമ്മൾ മുമ്പ് രേഖപ്പെടുത്തിയ പ്രകാരം ഓട്ടോമാറ്റിക്കായി ഇവിടെ വന്നിട്ടുണ്ടാവും. അതിന്റെ താഴെയായിട്ട് റെസിഡന്റ് ടൈപ്പ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ഈ ഗുണഭോക്താവ് നമ്മുടെ ഏരിയയിലെ സ്ഥിരതാമസക്കാരാണെങ്കിൽ പെർമനന്റ് എന്നും താൽക്കാലിക താമസക്കാരാണെങ്കിൽ ടെമ്പററി എന്ന ഓപ്ഷനുമാണ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യേണ്ടത്. തൊട്ടു താഴെയായിട്ട് ദിവ്യാംഗജൻ ഇൻഫർമേഷൻ ഫില്ല് ചെയ്യുന്നതിനുള്ള ഒരു കോളം കാണാൻ സാധിക്കും. അതായത് ഈ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നശേഷി ഉണ്ടോ എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ രേഖപ്പെടുത്തേണ്ടത്. ഭിന്നശേഷി ഉണ്ട് എങ്കിൽ SC എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഭിന്നശേഷിയുടെ തരം സെലക്ട് ചെയ്ത് UDID നമ്പർ രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. കുട്ടിക്ക് ഭിന്നശേഷി ഇല്ല എങ്കിൽ, അതായത് കുട്ടിക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വൈകല്യങ്ങളോ വെല്ലുവിളികളോ നേരിടുന്നില്ല എങ്കിൽ നോ എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനുകളെല്ലാം കൃത്യമായി സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കൊരു സക്സസ് സ്ക്രീൻ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പേജിലായിട്ട് ആ ഒരു പാലൂട്ടുന്ന അമ്മയുടെയും കുട്ടിയുടെയും വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് തൊട്ട് താഴെയുള്ള ഗോ ടു ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ മുകളിൽ കാണുന്ന റിഫ്രഷ് ബട്ടണിൽ 1-2 തവണ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ട് സൈഡിൽ കാണുന്ന ക്ലൗഡിന്റെ ചിഹ്നത്തിൽ അഥവാ ഒരു മേഘത്തിന്റെ ചിഹ്നത്തിൽ നമ്പറുകളൊന്നും വരുന്നില്ല, 0 എന്ന് തന്നെയാണ് വരുന്നത് എങ്കിൽ ഈ ഒരു പാലൂട്ടുന്ന അമ്മയും കുട്ടിയും അതാത് രജിസ്റ്ററിലേക്ക് തന്നെ വരുന്നതായിരിക്കും. ഇനി അഥവാ 0 എന്നതിന് പകരം അവിടെ നമ്പറുകൾ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം ഈ ഒരു ക്ലൗഡിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ക്ലൗഡ് സ്റ്റോറേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു പാലൂട്ടുന്ന അമ്മയുടെയും കുട്ടിയുടെയും പേര് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ സാധിക്കും. തുടർന്ന് വലതുവശത്ത് കാണുന്ന ഈ ഒരു സ്റ്റാർട്ട് എന്ന ബട്ടണിൽ 1-2 തവണ ക്ലിക്ക് ചെയ്യുക. നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ കറക്റ്റ് ആണ് എങ്കിൽ ഈ ഒരു പാലൂട്ടുന്ന അമ്മയും കുട്ടിയും അതാത് രജിസ്റ്ററുകളിലേക്ക് വരുന്നതായിരിക്കും. ഇനി നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇറർ സന്ദേശങ്ങൾ ഇവരുടെ പേരിന് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്.